അങ്ങനെ ആടിമാസം വന്നപ്പോൾ രേവതിയെ അമ്മ വീട്ടിൽ പറഞ്ഞു വിട്ടല്ലോ. പിന്നെ എന്തിനാ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? പറ്റില്ല, ഇവളെ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേ പറ്റൂ. അങ്ങനെ നമ്മുടെ സച്ചി കട്ടായം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശ്രുതിയും സുധിയും കൂടി വെള്ളം എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചി അവരെ നോക്കിയിട്ട് പറയണേ, ഈ പെണ്ണെന്താ അമ്മ വീട്ടിൽ പോയില്ലേ? ഈ പെണ്ണിനെന്താ ആടിയൊന്നുമില്ലേ? എടാ, അതിന് ശ്രുതി ആടിക്കൊണ്ട് എങ്ങോട്ട് പോയി എന്നാണ് നീ പറയുന്നത്? അച്ഛാ, അവൾ ആടിക്കൊണ്ട് പോയി എന്നല്ല പറയുന്നത്. ദേ, ആടി മാസം ആയിക്കഴിഞ്ഞാൽ പെൺപിള്ളേർ അമ്മ വീട്ടിലേക്ക് പോകണം. ആടി മാസത്തിൽ പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ മേടമാസത്തിൽ പ്രസവിക്കും. അത് കുഞ്ഞിന് ഏനക്കേടാണെന്നൊക്കെ അല്ലേ അച്ഛൻ പറഞ്ഞത്? എന്നിട്ടെന്താ ഈ പെണ്ണ് പോവാഞ്ഞത്? ഇതെന്താ, ഇതൊന്നും ഇവക്ക് ബാധകമല്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി. അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ആകെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും സുധിയും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം തന്നെ ചന്ദ്രമതി ചാടി വീണ് ഇടപെടുകയാണ്. ചന്ദ്രമതി പറയാണ്, എടാ, അതിന് അവളെവിടെ പോവാനാണ്? അവളുടെ അച്ഛനും അമ്മയൊക്കെ മലേഷ്യയിലല്ലേ? സോറി, അമ്മയല്ല, അവളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ താമസിക്കുന്നത്? അവിടേക്ക് പോകാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സുധി പറയാണ്, അല്ലെങ്കിൽ തന്നെ മലേഷ്യയിലൊന്നും ആടിയും കൂടിയൊന്നും ഇല്ല, അതൊക്കെ ഇവിടെയല്ലേ, ഇതുപോലെയുള്ള ആചാരങ്ങളൊന്നും അവിടേക്ക് ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയണം, അതെ, അതാണ് കാര്യം. അപ്പോൾ സച്ചി പറയണം, അതൊന്നും പറ്റില്ല, രേവതിക്ക് ആടി ഉണ്ടെങ്കിൽ അവക്കും ആടി വേണം എന്ന് പറയാണ്. അപ്പോൾ സുധി പറയാണ്, അല്ലെങ്കിൽ തന്നെ ഇവക്ക് അമ്മയില്ലെന്ന് അറിഞ്ഞുകൂടെ? അമ്മയില്ലാതെ അവളെങ്ങനെ അമ്മ വീട്ടിൽ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അല്ലടാ, നീ വിവാഹം കഴിച്ചുകൊണ്ട് ഇവളെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവള് കാട്ടിലും മരത്തിൻ്റെ മണ്ടയിലും ഗുഹയിലൊന്നും അല്ലല്ലോ താമസിച്ചത്. ഇവള് താമസിക്കാനായിട്ട് അവൾക്കൊരു വീടുണ്ടായിരുന്നല്ലോ. അവൾ ആ വീട്ടിൽ പോയി അങ്ങ് താമസിച്ചാൽ മതി, അല്ലാതെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, എൻ്റെ ഭാര്യ എവിടെ താമസിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതിനെ നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എന്ന് ശ്രുതി പറയണം. എന്നാൽ പിന്നെ ഇങ്ങോട്ടൊന്ന് കയറി പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി സ്റ്റെപ്പിൽ കയറിയിട്ട് ഇങ്ങനെ വട്ടം നിൽക്കുകയാണ്, കുറുകെ ഇങ്ങനെ നിൽക്കുകയാണ്, കയറി പോകാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ്. അപ്പോൾ തന്നെ ചന്ദ്രമതി ഇടപെടുകയാണ്. ചന്ദ്രമതി പറയണ, ദേ രവിയേട്ടാ, ഇവനെ ഉണ്ടല്ലോ, ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് അടക്കിയിരുത്ത്, ഇവനെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുകയാണ്, അല്ല, രേവതിയെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംസാരം ഇല്ലായിരുന്നല്ലോ, അപ്പോൾ രേവതിയാണോ ഇവിടെ നിൽക്കാൻ പാടില്ലാത്തത്? രേവതി പോയിട്ടുണ്ടെങ്കിൽ ഇവളും പോകണം, ഇവളെ എന്തായാലും ഞാൻ മുറിയിലേക്ക് വിടില്ല എന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണ, അങ്ങനെയാണെങ്കിലേ വിടണ്ട മോളെ. ശ്രുതി, മോളൊരു കാര്യം ചെയ്യും, മോള് അമ്മയുടെ കൂടെ കിടന്നാൽ മതി എന്ന് പറയണം. അതുകൊണ്ട് മോളിനി അവൻ്റെ മുറിയിലേക്ക് പോകണ്ട, എൻ്റെ മുറിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതൊന്നും പറ്റില്ല, ഇവള് എൻ്റെ മുറിയിൽ തന്നെ കിടന്നേ പറ്റൂ, അമ്മയുടെ മുറിയിൽ അവൾ കിടക്കണ്ട. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും മോൾ എന്തായാലും എൻ്റെ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ശ്രുതിയെ. ശ്രുതിക്കാണെങ്കിൽ ഒട്ടും മനസ്സില്ല, ശ്രുതിയാണെങ്കിൽ വിടാനൊട്ടും താല്പര്യമില്ല. അപ്പോൾ ആ സമയത്ത് ശ്രുതി ചോദിക്കണം, അങ്ങനെ അമ്മ ശ്രുതിയെ വിളിച്ചുകൊണ്ട് അമ്മയുടെ മുറിയിൽ പോയി കഴിഞ്ഞാലേ അച്ഛൻ എങ്ങോട്ട് പോവും? അങ്ങേരെ എങ്ങോട്ട് വേണേലും പൊയ്ക്കോട്ടെ, ഈ വീട്ടിൽ എന്തോരം സ്ഥലമുണ്ട്, അയാൾ എവിടെയെങ്കിലും ചുരുണ്ട് മടങ്ങി കിടന്നോട്ടെ എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. രവീന്ദ്രൻ അന്തം വിട്ട് നിൽക്കുകയാണത് കേട്ടിട്ട്. അപ്പോൾ ഉടനെ സച്ചി, എന്നിട്ട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി പറയണം, മോള് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി മുറിക്കകത്തേക്ക് പോവുകയാണ്. മിക്കവാറും സച്ചിയുടെ കണ്ണിൽ പൊടിയിട്ടതിന് ശേഷം പിന്നീട് തിരിച്ച് ശ്രുതിയുടെ മുറിയിലേക്ക് തന്നെ വിടാനുള്ള നമ്മുടെ ചന്ദ്രമതിയുടെ അടവ് തന്നെ ആയിരിക്കണം അത്. അങ്ങനെ എന്തായാലും ചന്ദ്രമതി ശ്രുതിയെയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ശ്രുതി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, ചന്ദ്രമതിയുടെ മുറിയുടെ ഡോറിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കണം, എടാ, നീ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇല്ല, ഷുഗർ പേഷ്യൻറ്റ് ഷുഗർ സ്വീറ്റ്സ് കാണുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണക്കാണല്ലോ നീ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടാ ചെറുക്ക, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടേ ചെറുക്ക, വായി നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് മേലോട്ട് കയറാൻ നേരത്താണ് തിരിഞ്ഞ് നിന്നിട്ട് സച്ചി സുധിയെ നോക്കിയിട്ട് പറയണം, ഇവനൊരു പണി കൊടുത്തപ്പോൾ എന്താ ആശ്വാസം എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ സച്ചിയുടെ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മുറിയിൽ ചെന്നതിന് ശേഷം സച്ചി ഇങ്ങനെ ബെഡിൽ കയറി കിടക്കുകയാണ്. എന്നിട്ടൊരു തലയണയൊക്കെ എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സച്ചി കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. രേവതിയും സച്ചിയും കൂടി തമ്മിലുള്ള, അതായത് രേവതിയെ യാത്ര അയക്കുന്നത് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സച്ചി ഓർമ്മിക്കുകയാണ്. അതിനുശേഷം സച്ചി ഒരു പുതപ്പൊക്കെ എടുത്ത് തലവഴിയെ മൂടി ഉറങ്ങാനൊക്കെ ആയിട്ട് നോക്കുകയാണ്. പുള്ളിക്കാരന് ഉറക്കം വരുന്നില്ല. അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്നു, ഒരു പായും തല
തലയാണയും കൂടി താങ്ങിയെടുത്തുകൊണ്ട് ടെറസിൻ്റെ മണ്ടയിലേക്ക് കയറുകയാണ്. അങ്ങനെ ടെറസിൻ്റെ മണ്ടയിൽ ചെന്നിട്ട് അവിടെ പായൊക്കെ വിരിച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ശ്രീകാന്ത് ഒരു തലയണയും ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, സച്ചി ചോദിക്കണേ, എടാ ശ്രീ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്താ നിനക്ക് എന്താ മുറിയിൽ മൊബൈലിൻ്റെ സിഗ്നൽ കിട്ടൂലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, ഇല്ല ഏട്ടാ, എനിക്ക് സിഗ്നലിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ മൊബൈൽ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. നിൻ്റെ മൊബൈൽ ഇങ്ങോട്ട് പോയിടാ? അതെ ഏട്ടാ, ഞാനത് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മറന്നിട്ടാണ് വന്നത് എന്ന് പറയണം. എടാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചേട്ടാ. ഹോ, ഭാഗ്യവാൻ തന്നെടാ നീ, നിനക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ, എനിക്ക് അതും കിട്ടിയില്ല. അതെന്താ സച്ചിട്ടപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലേ? എടാ ഇല്ലടാ, ദേ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ അടുക്കി പിടിച്ച കല്ല് പോലെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതെങ്ങനെ കഴിക്കാനാടാ, എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ അവിടെ ഇരുന്നൊരു ചെറിയ പഴം കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. അല്ലടാ സച്ചി, അല്ല സോറി, എന്താ ഏട്ടനെന്താ ഇന്നിപ്പോൾ ടെറസിൻ്റെ മണ്ടയിലോട്ട് വന്നത്? എടാ, അത് രേവതി ഇല്ലാത്തതുകൊണ്ടേ ഒരു ഉഷാറില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും നാളും രേവതിയോടുകൂടി ആ ഒരു മുറിയിൽ താമസിച്ചപ്പോഴത്തേക്ക് രേവതിക്ക് ഇത്രയും വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ശരിക്കും അവളുണ്ടെങ്കിലുണ്ടല്ലോ, കണ്ണിൽ ഉറക്കം പിടിക്കുന്നവരെ എന്തെങ്കിലും കലപില എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വഴക്ക് കൂടും. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് രേവതിയായിട്ട് വഴക്ക് കൂടുന്നതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആകെ മുറിയിലിരുന്നാർക്ക് ഒരു ബോറടി, ആകെ ഒരു ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീല് തോന്നുകടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയണം, അത് മാത്രമല്ല, രേവതി ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണമെങ്കിലും കിട്ടിയാനാ, ഇതിപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ ഏട്ടാ, ഏട്ടത്തി ഒന്ന് വിളിക്കുക എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണം, അത് ഐഡിയ, ഒന്ന് വിളിക്കുക അല്ലേ എന്ന് വിചാരിക്കുകയാണ്. അതേസമയത്ത് ദേവു കിടക്കാനായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ്. നമ്മുടെ രേവതി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോഴേക്കും രേവതിയുടെ ഫോണിൽ കോൾ വരികയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി രേവതി ഫോണൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സച്ചിയേട്ടാ, നിങ്ങൾ വീട്ടിൽ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നിങ്ങനെ സച്ചിയോട് ചോദിക്കുകയാണ്. നീ എന്താ കഴിച്ചത് എന്നിങ്ങനെ ചോദിക്കണ്ടേ രേവതിയോട്, നീ എന്താ കഴിച്ചത്? ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്തൊക്കെ ഉണ്ടായിരുന്നു കറി? കറി എന്ന് പറഞ്ഞാൽ പരിപ്പ് കറി, തോരൻ, അവിയൽ, പിന്നെ ചോറ് എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചിയാണ്, നീ ഭാഗ്യവതി തന്നെ, നീ നല്ല കറികളൊക്കെ വെച്ചുണ്ടാക്കി നീ കഴിച്ചു അല്ലേ? അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന കറികളൊക്കെ നല്ലതാണ് കഴിക്കാനായിട്ട്. സച്ചിട്ടൻ എന്താ കഴിച്ചത്? ഞാൻ കഴിച്ച കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്താ കഴിച്ചതെന്ന് പറ. ഞാൻ ഒരു ചെറിയ പഴം തിന്നു, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. അതെന്താ ആഹാരമൊന്നും കഴിക്കാതിരുന്നത്? ആഹാരം കഴിക്കാതിരുന്നത് എന്ന് വെച്ചാൽ ആഹാരം ഉണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ തോന്നിയില്ല. അതെന്താ അങ്ങനെ? എൻ്റെ രേവതി, ഇവിടെ അവരല്ലേ വേവിച്ചത്, വകയ്ക്ക് കൊള്ളൂലെന്നേ. കടിച്ച പൊട്ടാത്ത കണക്ക് അടുക്കി പിടിച്ച നാറ്റം വെച്ച ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തണാന്ന് പറഞ്ഞിരിക്കുകയാണ്. അതത്രയും കരിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അയ്യോ, അത് വലിയ സങ്കടമായല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാനില്ല എന്ന് പറയണം. അപ്പോൾ രേവതിയോട് ചോദിക്കണം, രേവതിയോട് പറയണം, ഇതിപ്പോൾ ഞാൻ എവിടെയാണെന്ന് അറിയാമോ? ഞാൻ ടെറസിലാണ്. ടെറസിലെന്താ? ടെറസിലെന്താന്ന് ചോദിച്ചാൽ, നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് മുറിയിലിരുന്നപ്പോൾ ആകെ ബോറടിച്ചു. അങ്ങനെ ഞാൻ ടെറസിൽ വന്നപ്പോൾ ശ്രീകാന്തും അവിടെയുണ്ട്. ടെറസിൽ അധികം നേരം നിൽക്കേണ്ട കേട്ടോ, കാറ്റും കോളുമൊക്കെ ഉണ്ട്. മഴ പെയ്താൽ നനയും, പിന്നെ പനി പിടിക്കും. എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, ഇനി നീ ഒരു മാസം കഴിഞ്ഞല്ലേ വരൂ. എന്തായാലും നീ ആകാശം കണ്ടോ രേവതി? നല്ല തെളിഞ്ഞ ആകാശം, അതുകൊണ്ട് മഴയൊന്നും പെയ്യില്ല. പിന്നെ പൂർണ്ണചന്ദ്രനാണിന്ന്. ആണോ? അതെ. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും, നീ ആ ഫോണും കൊണ്ട് മുറ്റത്തിറങ്ങി ഒന്ന് നോക്കിയേ, അപ്പോൾ കാണാമല്ലോ. അങ്ങനെ രേവതി പെട്ടെന്ന് ഫോണും കൊണ്ട് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിക്കുന്നു, നീ എങ്ങോട്ടാണ് രേവതി ഓടുന്നത് രാത്രിയിൽ? അതേ വരുന്നു അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നു, ഇവളെന്താ വെളിയിലോട്ട് പോകുന്നത്? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവു പറയണേ, എൻ്റെ അമ്മേ, ഇതേ സച്ചിയേട്ടൻ വിളിച്ചിട്ടാ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി പോയത്. അപ്പോൾ ഉടനെ ലക്ഷ്മി പറയണേ, ഇവൻ എന്തിനാ ഈ പാതിരാത്രി വിളിച്ചത്? ഇവൻ എന്താ
ഉറക്കവും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ആകാശത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, രേവതി നീ കാണുന്നില്ലേ, പൂർണ്ണചന്ദ്രനെ നീ കാണുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിയാണ്, ആ ഞാൻ കാണുന്നുണ്ട്. ഓ ഇത് എന്തൊരു അത്ഭുതമൊന്നും നോക്കിയേ, ഞാൻ ഇവിടെ ഇരുന്ന് പൂർണ്ണചന്ദ്രനെ കാണുന്നു, നീ അവിടെ ഇരുന്നു അതേ പൂർണ്ണചന്ദ്രനെ കാണുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ സമയത്ത് പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കുറേ സമയത്ത് സച്ചിൻ രേവതിയും കൂടി ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം ഇങ്ങനെ കഴിയുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് വാതിലിൻ്റെ അവിടെ വന്നിട്ട് രേവതി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ രേവതി സച്ചിയോട് പറയണം, അയ്യോ ദേ അമ്മ വിളിക്കുന്നു, ഞാൻ കയറി ചെല്ലട്ടെ, അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് സച്ചിക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കയറി പോവുകയാണ്. അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഒരുപാടൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പെട്ടെന്ന് തീർന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.